കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഇന്ന് വിധി പറയും. കൊച്ചി CBI കോടതിയാണ് കേസിൽ വിധി പറയുക. മുൻ MLA ആയിട്ടുള്ള KV കുഞ്ഞിരാമൻ, CPM നേതാക്കൾ അടക്കം 24 പ്രതികളാണ് കേസിലുള്ളത്. കല്യാട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടത് 2019 ഫെബ്രുവരി 17-ന്. TP വധത്തിനു ശേഷം CPIM ഇത്രമാത്രം ജനരോഷം നേരിട്ട രാഷ്ട്രീയ കൊലപാതകം വിരളം. ബേക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് 14 പ്രതികളെ ഉൾപ്പെടുത്തി കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തൊട്ടുമുൻപ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു. കേസിൽ ക്രൈംബ്രാഞ്ച് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയില്ലെന്ന നിരീക്ഷണത്തോടെയായിരുന്നു കേസ് CBI ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. പിന്നീട് ഈ ഉത്തരവ് ചോദ്യം ചെയ്ത ഡിവിഷൻ ബെഞ്ചിനെയും സുപ്രീം കോടതിയെയും സമീപിച്ചെങ്കിലും സംസ്ഥാന സർക്കാർ നേരിട്ടത് വലിയ തിരിച്ചടി. CBIയുടെ അന്വേഷണം തുടരുന്നതിനിടയിൽ മുൻ ഉദുമ MLA KV കുഞ്ഞിരാമൻ അടക്കം 10 പേരെ കൂടി പ്രതി ചേർത്തു. CPIM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന A. പീതാംബരനാണ് ഒന്നാം പ്രതി. ഉദുമ മുൻ ഏരിയ സെക്രട്ടറി K. മണികണ്ഠൻ, പെരിയ മുൻ ലോക്കൽ സെക്രട്ടറി N. ബാലകൃഷ്ണൻ, പാക്കം മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി അടക്കമുള്ള നേതാക്കളും പ്രതിപ്പട്ടികയിലുണ്ട്. കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങളാണ് 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. രണ്ടാം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ചതിനാണ് മുൻ MLA KV കുഞ്ഞിരാമൻ പ്രതിയായത്. DYSP TP അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം 2021 ഡിസംബറിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. തുടർന്ന് 154 പേരുടെ സാക്ഷി വിസ്താരത്തിനൊടുവിലാണ് അന്തിമവാദം പൂർത്തിയാക്കിയത്. കേസിൽ ഒന്നാം പ്രതിയായ പീതാംബരന് നേരെയുള്ള ആക്രമണത്തിന്റെ രാഷ്ട്രീയ വൈരാഗ്യവും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും സജീവ പാർട്ടി പ്രവർത്തനത്തോടുള്ള വിരോധവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് CBIയുടെ കണ്ടെത്തൽ. കൊച്ചി CBI കോടതിയിലെ ജഡ്ജി ശേഷാദ്രിനാഥനാണ് കേസിൽ വിധി പറയുക. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. ജോസഫ്, 5 വർഷങ്ങൾക്ക് ശേഷം വളരെ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങളടക്കം സൃഷ്ടിച്ച ഒരു കേസിൽ വിധി വരാൻ പോവുകയാണ്. കാസർഗോഡ് സ്ഥിതികൾ എങ്ങനെയാണ്? അതുല്യ, രാഷ്ട്രീയ കേരളത്തിൽ ഏറെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച കേസാണ് ഈ കാസർഗോഡ് കല്യാട്ടെ ഈ ഇരട്ട കൊലപാതകം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും 2019 ഫെബ്രുവരി 17-നാണ് ഈ കൊല ചെയ്യപ്പെടുന്നത്. രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രം കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം അടുത്ത കാലത്തൊന്നും കേരളം സാക്ഷ്യം വഹിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് 2019 ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ കേരളത്തിന്റെ മനസ്സാക്ഷി ഈ കല്യാട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം നിന്നത് എന്ന് നമുക്ക് കണ്ടറിയാം. ആ ഘട്ടങ്ങളിൽ ഇലക്ഷൻ നേരിടുന്ന ലോക്സഭാ ഇലക്ഷൻ നേരിടുകയായിരുന്നു. ആ ഘട്ടങ്ങളിൽ കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ മെച്ചമുണ്ടായി. CPMന്റെ രാഷ്ട്രീയ കൊലപാതക നയങ്ങളെ ജനങ്ങൾ തള്ളുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ടായി. അങ്ങനെ രാഷ്ട്രീയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഏറെ പ്രമാദമായ ഒരു കേസിന്റെ വിധിയാണ് ഇന്ന് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ മാത്രവുമല്ല, ഈ കേസിൽ പ്രതികളായിട്ടുള്ള മുഴുവൻ ആളുകളും CPMന്റെ ഭാരവാഹികളും CPMന്റെ സജീവ പ്രവർത്തകരുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ജില്ലയിൽ കടുത്ത ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ പ്രതിഷേധങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പെരിയ വില്ലേജിൽ ഇത്തരത്തിൽ പരസ്യ പ്രകടനങ്ങൾക്കാണ് ഇപ്പോൾ വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ റൂട്ട് മാർച്ച് നടത്തിയിരുന്നു. വിവിധ ഇടങ്ങളിൽ പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നും പല സ്ഥലത്തും ഇത്തരത്തിൽ പോലീസ് ഈ ഭാഗത്തേക്ക് പോകുന്നതിനടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ കളക്ടറേറ്റിൽ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. സർവകക്ഷി യോഗത്തിൽ ജില്ലാ കളക്ടർ പ്രധാനമായും ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും കോൺഗ്രസ് പാർട്ടി ഇത് തള്ളുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ജില്ലയിൽ ഇപ്പോൾ ഇത്തരത്തിൽ കർശനമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റലിജൻസിന്റെ വിവരമനുസരിച്ച് സംഘർഷ സാധ്യത ഉടലെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് ഇന്റലിജൻസിന്റെ വിവരം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിധി അനുകൂലമായാലും പ്രതികൂലമായാലും സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് ഇപ്പോൾ ശക്തമായ പരിശോധനയും സുരക്ഷയുമാണ് ഇപ്പോൾ ജില്ലയിൽ ഉടനീളം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ പ്രദേശത്ത്, അതായത് പെരിയ പുല്ലൂർ പ്രദേശത്ത് കടുത്ത നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായതായാണ് കുടുംബം നൽകുന്ന വിശദീകരണം. ഇത്തരത്തിൽ ഈ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പരസ്യ പ്രകടനങ്ങൾക്കടക്കം വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ സമീപനം പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് കളക്ടർ ഇന്നലെ ചേർന്ന യോഗത്തിൽ നൽകുകയുണ്ടായത്. എന്തായാലും 7 വർഷത്തോടടുക്കുമ്പോൾ, അതായത് 6 വർഷങ്ങൾ തികയുമ്പോൾ ന്യായമായ ഒരു വിധി, അതായത് കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ
കൃപേഷിന്റെ കുടുംബത്തിനും അതുപോലെ തന്നെ നാടിനൊന്നാകെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ പുല്ലൂർ പെരിയ പ്രദേശം നേരത്തെ CPM-ന്റെ ശക്തി കേന്ദ്രമായിരുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോഴും CPM-ന് കൃത്യമായ അംഗബലമുള്ള സജീവ പ്രവർത്തകരുള്ള ഒരു പ്രദേശം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ വിധി എന്തായാലും അതിനെ ഒരു മനസ്സോടുകൂടി സ്വീകരിക്കാൻ തയ്യാറാവാത്ത പ്രവർത്തകരും ഉണ്ടാകാം എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ആരെങ്കിലും മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ അവരെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കണമെന്ന നിർദ്ദേശവും ജില്ലാ പോലീസ് മേധാവി അടക്കം നൽകിയിട്ടുണ്ട്. ബേക്കൽ ഡിവൈഎസ്പിക്കാണ് ഇപ്പോൾ ഇതിന്റെ സുരക്ഷാ ചുമതലയൊക്കെ നൽകിയിട്ടുള്ളത്. എന്തായാലും കേരളം ഉറ്റുനോക്കുന്ന ഒരു വിധിയാണ്. എന്തായാലും ഈ വിധിയിൽ അറും കൊല ചെയ്തവർക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ ഈ കുടുംബത്തിനുണ്ട്. ശരി ജോസഫ്, രാഷ്ട്രീയ കേരളത്തിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ഇന്ന് കൊച്ചി CBI കോടതി വിധി പറയും. വിധി വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് പെരിയ വില്ലേജ് അടക്കമുള്ള ഇടങ്ങളിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രതിഷേധങ്ങൾക്കും പ്രകടനങ്ങൾക്കുമെല്ലാം വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ.